അങ്ങനെ മെറീന മോൾ എൻ്റെ പാദസ്പർശത്താൽ പുളകിതയോ. എന്ത് കാവ്യാത്മകമായ വാക്കുകൾ! വയലാർ എഴുതും ഇതുപോലെ അല്ലേ? അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ ചെന്ന് കയറിക്കൊടുത്തത് മാർക്സ് ആൻഡ് സ്പെൻസർ. അപ്പം അവിടെ നിന്ന് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ അവിടെ നിന്നൊരു ചുറ്റിക്കളി. അധികം സംസാരിക്കുകയില്ലാത്ത ആളവിടെ ബില്ലിംഗ് സെക്ഷനിൽ നിന്ന് എന്തൊക്കെയോ കലകലാ സംസാരങ്ങളും ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഇതെന്തോ വാങ്ങിക്കാനാണ് ഓർഡർ ചെയ്ത ആൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ. നമുക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്. കണ്ടില്ലേ, ഇഷ്ടംപോലെ മിറർ, അതിൻ്റെ മുമ്പിൽ നിന്ന് പലവിധ പോസ് കാണിക്കലാണ് എൻ്റെ പരിപാടി. അതിനിടയ്ക്ക് ഞാനൊരു ലോലിപ്പോപ്പ് കണ്ടു കേട്ടോ. എനിക്കൊന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, അത് വരുന്നതിൻ്റെ അതൊന്നും നല്ല ഭംഗിയുണ്ടല്ലേ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലും ജ്വല്ലറിയിലും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ മിറർ നോക്കുമ്പോൾ നമ്മളെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. വീട്ടിൽ നോക്കുമ്പോൾ അത്രയും ഭംഗി കാണുകയില്ല. അതെന്താ അങ്ങനെയല്ലേ? അവിടുത്തെ ലൈറ്റിൻ്റെയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേ ഒരു ബസ് ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു. പിന്നെ മനസ്സിലായത്, എനിക്ക് തോന്നിയതാ ബസ് അങ്ങോട്ടൊക്കെ തന്നെ തിരിഞ്ഞാൽ കിടക്കുന്നത്. എൻ്റെ ഒരു കാര്യമല്ലേ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പലതും എനിക്ക് തോന്നും. നമ്മൾ ബാഗിനകത്ത് എന്താന്ന് പറഞ്ഞില്ലല്ലോ, അതിനകത്ത് കുറച്ച് ഡ്രസ്സായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് നേരം കൊണ്ട് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു. മെറീന മോൾ എനിക്ക് എഴുതി തരുന്നത് വരെ ഞാൻ സ്വപ്നം കണ്ടു. എന്നാലും പോട്ടല്ലേ, ഡ്രസ്സൊക്കെ. ഇനി അത് ഞാൻ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നൊന്നുമില്ല. ഇപ്പം നിങ്ങളതല്ലേ മനസ്സ് വിചാരിച്ചേ, എൻ്റെ ദൈവം ഇനി അതും കൂടെ കാണേണ്ടി വരുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ശരി, എന്നാൽ പോയിച്ച് വരാം.